രണ്ടാമതായി, ഈശോയുടെ നിരന്തരമായ മുന്നറിയിപ്പുകളെ യൂദാസ് അവഗണിച്ചു. യൂദാസിനോട് ഈശോ പലവട്ടം തൻ്റെ സുവിശേഷത്തിൽ ഉടനീളം ഈശോ കൊടുത്ത പ്രബോധനങ്ങൾ അത്രയും യൂദാസിനുള്ള തിരുത്തലുകളായിരുന്നു. യൂദാസെ, നീ ചിന്തിക്കുന്നത് മാനുഷികമാണ്, കേവലം അക്രമത്തിൻ്റെ വഴിയാണ്, അത് ദൈവത്തിൻ്റെ മാർഗമല്ല. ദൈവമായ കർത്താവ് യൂദാസിന് വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അവനത് കേട്ടില്ല. വീണ്ടും ഈശോ അന്ത്യത്താഴവേളയിൽ യൂദാസിനോട് പറഞ്ഞു, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കാര്യം കഷ്ടമായിരിക്കും. അവൻ ജനിക്കാതിരിക്കുന്നതാണ് അവന് കൂടുതൽ നല്ലത്. യൂദാസെ, നിനക്ക് തിരുത്താൻ ഇനിയും സമയമുണ്ട് എന്ന ദൈവത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നു. യൂദാസ് അത് കേട്ടില്ല. സംശയിക്കേണ്ടെന്ന് വിചാരിച്ച് നിന്നെ തന്നെയാണ് യൂദാസെ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കാൻ ഈശോ അവസാനം അപ്പം മുക്കി അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ഈ വിശുദ്ധ കൂദാശ രക്ഷയ്ക്കുള്ള അവസാനത്തെ ക്ഷണമായിരുന്നു. യൂദാസ് അതിനും നിസാര വില കൽപ്പിച്ച്, പുല്ലുവില കൽപ്പിച്ച് അവൻ ഇരുട്ടിൽ അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോയി. അവൻ തിന്മയുടെ ശക്തികളുടെ പാളയത്തിലായി. പ്രഭാഷകന്റെ പുസ്തകം പറയുന്നത് പോലെ തിന്മയുടെ സാഹചര്യത്തെ ഒഴിവാക്കാതെ തിന്മയെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ അർത്ഥമുണ്ടോ? പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആരെങ്കിലും സഹതപിക്കുവോ എന്നാണ് പ്രഭാഷകൻ 12-ാം അധ്യായത്തിൽ ചോദിക്കുക. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആരെങ്കിലും സഹതപിക്കുവോ? മനുഷ്യൻ പാമ്പിൻ്റെ കൂടെ താമസിക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യൻ്റെ വീടും പാമ്പിന് പാമ്പിൻ്റെ മാളമുണ്ട്. നാട്ടിലുള്ള പാമ്പിനെ മുഴുവൻ പിടിച്ചുകൂട്ടി അതിൻ്റെ നടുക്ക് കയറി പാമ്പാട്ടി കുത്തിയിരുന്നിട്ട് പാമ്പ് കടിച്ച് എന്ന് പറഞ്ഞാൽ ആരും സഹതപിക്കില്ല എന്ന പ്രഭാഷകൻ പറയേണ്ടത്. കാരണം അവൻ ഇരിക്കേണ്ട സ്ഥലം അതല്ല. എന്നതുപോലെ യൂദാസ് യേശുവിൻ്റെ സാന്നിധ്യം വിട്ട് പാപ സാഹചര്യങ്ങളിലേക്ക് പോയി. അത് അവന് വരപ്രസാദ നഷ്ടത്തിന് കാരണമായി തീർന്നു. വീണ്ടും യൂദാസിൽ നമ്മൾ കണ്ടെത്തുന്ന മറ്റൊരു പ്രശ്നം, അവൻ ഒറ്റുകാരനായി യേശുവിൻ്റെ പക്കൽ വന്നു. യേശു അവനോട് ചോദിച്ചതാ, സ്നേഹിത, നീ എന്നെ ചുംബനം കൊണ്ടാണോ ഒറ്റിക്കൊടുക്കുക? സ്നേഹിത എന്ന ആ പദപ്രയോഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ അർത്ഥവത്താണ്. ഈശോ അവസാനമായി ശിഷ്യരോട് പറഞ്ഞതാണ്, ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു. കാരണം എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത് അത്രയും ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. തനിക്ക് തുല്യരായി തന്നോളമായവനെ താനെന്ന് വിളിക്കണം എന്ന് പറയുന്നത് പോലത്തെ ഒരു പദപ്രയോഗമാണ് ഈശോ തൻ്റെ ശിഷ്യരെ സ്നേഹിതന്മാർ എന്ന് വിളിക്കും. ആ ശിഷ്യത്വത്തിൻ്റെ പരമോന്നത പദവി കൽപ്പിച്ച് യൂദാസിനും നൽകിക്കൊണ്ട് ഈശോ വിളിക്കുക, സ്നേഹിത, നീ എന്നെ ചുംബനം കൊണ്ടാണ് ഒറ്റിക്കൊടുക്കുക. ചുംബനം അത് ദിവ്യമായ സ്നേഹത്തിൻ്റെ പ്രകരണമാണ്. സ്നേഹത്തെ ചൂഷണം ചെയ്യരുത് യൂദാസേ എന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. വരപ്രസാദം നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ വഴിയാണ് ദൈവത്തിൻ്റെ നിരന്തരമായ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ദൈവം തന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുകയും ചെയ്യുക എന്നത് വരപ്രസാദം നഷ്ടമാക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയണം. യൂദാസിന് സംഭവിച്ച ഈ വരപ്രസാദ നഷ്ടം അത് നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലുള്ള ഒരു വലിയ ദുരന്ത സാധ്യതയാണ്. ദൈവം നമ്മെ സ്നേഹിച്ചിട്ടും ദൈവത്തിന് നൽകാൻ സാധിക്കുന്ന സകല കൃപകളും നൽകിയിട്ടും ആത്യന്തികമായി മനുഷ്യ നീ പരാജയപ്പെടുന്നെങ്കിൽ, നീ വരപ്രസാദം നഷ്ടപ്പെടുത്തുന്നെങ്കിൽ അതിനുത്തരവാദി നീയും നിൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങളും നിൻ്റെ സ്വാർത്ഥമായ താൻപോരിമയാർന്ന തീരുമാനങ്ങളുമാണ്. നിൻ്റെ ചിന്തകളിൽ ദൈവത്തിന് സ്ഥാനമില്ലാതെ പോകുമ്പോൾ, നിൻ്റെ കർമ്മപദ്ധതികളിൽ ദൈവത്തിന് ഇടയില്ലാതെ പോകുമ്പോൾ, നീ തന്നിഷ്ടത്തിൻ്റെ താൻപോരിമയുടെ വഴിയിലൂടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നീ മുന്നേറുന്നത് വരപ്രസാദം നഷ്ടമാക്കുന്ന നിത്യനാശത്തിൻ്റെ വഴിയിലൂടെയാണ് എന്ന് തിരിച്ചറിയണം എന്ന് പഠിപ്പിക്കാനായിരിക്കാം ഈ യൂദാസിൻ്റെ കഥ ഇവിടെ
വിശുദ്ധ വചനത്തിൽ ഈ രക്ഷാകര രഹസ്യം വെളിപ്പെടുത്തുന്നതിനോടൊപ്പം നൽകിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. വീണ്ടും ഈ യൂദാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യൂദാസിന് തെറ്റുപറ്റി എന്നവന് ബോധ്യം വന്നപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ വീണ്ടും കയ്യാപ്പാസിൻ്റെ പക്കലേക്കാണ് പോകും. തെറ്റ് തിരുത്താൻ അവൻ ഒന്നാന്തര അവസരമുണ്ട്. കാരണം ഈശോ മിശിഹ അപ്പോഴും അവൻ്റെ കൺമുമ്പിലുണ്ട്. അവൻ ഓടിച്ചെല്ലാം ആ കാൽവരിയിലെ കുരിശിൽ കെട്ടിപ്പിടിച്ച് മുഖമമർത്തി കരഞ്ഞവനും പറയാം, എൻ്റെ കർത്താവേ, എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. യേശു അവനോട് പറയുമായിരുന്നു, യൂദാസേ, ഞാൻ നിന്നെ മനസ്സിലാക്കിയിടത്തോളം ആരാ നിന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്? നിന്നെ എനിക്കറിയാൻ മേലെ യൂദാസേ, സാരമല്ലടാ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. നല്ല കള്ളനോട് പറയും മുമ്പേ ഈശോ യൂദാസിനോടും പറഞ്ഞേനെ. പക്ഷേ ആ അവസാനത്തെ അവസരവും അവൻ പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. തെറ്റ് ബോധ്യമായിട്ടും തെറ്റിനെ തിരുത്താൻ മനസ്സാകാത്ത മനുഷ്യർ. തിരുത്താനും അവർ സ്വന്തം വഴിയെ കണ്ടെത്തി. നിന്റെ തെറ്റിനെ ഇല്ലാതാക്കാൻ കഴിയുന്നത് ദൈവപുത്രന് മാത്രമാണ് എന്ന സത്യം നീ എന്ന് മറക്കുന്നുവോ അന്ന് വരപ്രസാദ നഷ്ടം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നു എന്നതാ സത്യം. അതാണ് ഈ പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്നൊക്കെ പറയുമ്പോൾ വിശുദ്ധ വചനം വിവക്ഷിക്കുക. അതായത് ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനെ ദൈവത്തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞ് തിരുത്താനുള്ള എളിമയും ഹൃദയ വിശാലതയും ഇല്ലാതെ പോകുന്ന അവസ്ഥയാണ്. അത്തരം വ്യക്തികളെ രക്ഷിക്കാൻ ആരെ കൊണ്ട് സാധിക്കും എന്നാ ഈശോ പറയുക? അത്തരം തെറ്റുകൾ ഈ ലോകത്തിലോ പരലോകത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ സത്യം എന്തെന്നറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുക, തെറ്റാണെന്നറിഞ്ഞിട്ടും ആ തെറ്റിനെ ശരിയെന്ന് കരുതി ജീവിക്കുക. അത്തരം നിലപാടുകൾ ആത്യന്തികമായി വരപ്രസാദത്തെ സമ്പൂർണമായും നഷ്ടമാക്കുന്ന തിന്മയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് വിശുദ്ധ കൂദാശകളിലൂടെ, മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിക്ഷേപിച്ച ആദി വരപ്രസാദം. ആ വരപ്രസാദത്തെ വളർത്തിയെടുക്കാനാണ് നാം ആത്യന്തികമായി പരിശ്രമിക്കേണ്ടത്. എങ്ങനെയാണ് ഈ വരപ്രസാദത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതിന് ഒരു പ്രായോഗിക കർമ്മ പദ്ധതിയാണ് ഞാൻ തുടർന്നുള്ള നിമിഷങ്ങളിൽ നിങ്ങളോട് പങ്കുവയ്ക്കും. വരപ്രസാദത്തെ വളർത്തിയെടുക്കേണ്ടത് എങ്ങനെ? ഗോർബച്ചേവിൻ്റെ ആത്മകഥയിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ മനുഷ്യൻ നാട്ടിലെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകനാണ് ഗോർബച്ചേവ്. അമ്മയാണെങ്കിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ഒരു വിശ്വാസിനി. അമ്മയുടെ വിശ്വാസത്തിനൊന്നും വീട്ടിലൊരു വിലയില്ല. അതുകൊണ്ട് പിള്ളേരൊന്നും ദൈവം എന്ന പേര് പോലും കേൾക്കാതെയാണ് വളർന്നു വരുന്നത്. അപ്പൻ പാർട്ടി സമ്മേളനത്തിന് മോസ്കോയ്ക്ക് പോയ കാലത്ത് അമ്മ ഈ കൊച്ചിനെ കൊണ്ടുപോയി, ഗോർബിയെ കൊണ്ടുപോയി രഹസ്യത്തിൽ മാമോദീസ മുക്കി. അപ്പനോട് പോലും പറയരുത് എന്ന വ്യവസ്ഥയിലാണ് അമ്മ കൊച്ചിനെയും കൊണ്ട് തിരിച്ചു വന്നത്. കൊച്ചൻ ചോദിച്ചു, അമ്മേ, അപ്പനോട് പോലും പറയാൻ മേലാത്തൊരു കാര്യമാണെങ്കിൽ പിന്നെ ഇതെന്തിനാ അമ്മ എനിക്ക് തന്നത്? അപ്പോൾ ഈ അമ്മ പറഞ്ഞത്രേ, മകനെ, നിനക്ക് കിട്ടിയത് വരപ്രസാദമാണ്, പരിശുദ്ധാത്മ വരപ്രസാദമാണ്. അതുകൊണ്ട് നിനക്ക് നേട്ടമേ ഉണ്ടാവൂ, നഷ്ടമുണ്ടാകില്ല. തുടർന്ന് ഗോർബച്ചേവ് പറയുക, സൂര്യനസ്തമിക്കാത്ത കിഴക്കൻ യൂറോപ്പിൻ്റെ അധികാരിയായിട്ട് സ്ഥാനമേറ്റെടുക്കുമ്പോൾ ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കായും പറഞ്ഞുകൊണ്ട് എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് കമ്മ്യൂണിസത്തിൻ്റെ ഇരുമ്പ് മറകൾക്കപ്പുറത്തേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞത്, അല്ലെങ്കിൽ എന്നെ അതിന് പ്രാപ്തനാക്കിയത് 9-ാം വയസ്സിൽ എൻ്റെ അമ്മ എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ച പരിശുദ്ധാത്മ വരപ്രസാദമായിരുന്നുവെന്ന്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച വരപ്രസാദമുണ്ട്. ആ വരപ്രസാദം ഇങ്ങനെ ചാരം മൂടി കിടക്കുകയാണ്, കാടും പൊന്തയും പിടിച്ച് കിടക്കുകയാണ്. അത് ഊതിത്തെളിച്ചെടുക്കാൻ, ആ വരപ്രസാദത്തിന് വിരുദ്ധമായവയെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം പലപ്പോഴും നമ്മളിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വരപ്രസാദ ജീവിതത്തിൽ നമുക്ക് വളരാൻ, നിലനിൽക്കാൻ കഴിയാതെ പോകുന്നത്. പലപ്പോഴും നമ്മളിൽ കുറേ നന്മകളൊക്കെ ഉണ്ട്,
യൂദാസിലുള്ളതുപോലെ നമ്മളും കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ വരപ്രസാദത്തിലാണ് എന്നൊരു ധാരണയുമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. വരപ്രസാദം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യർ എല്ലാ കാലത്തും പൈശാചികത മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നൊന്നും ആരും ധരിക്കണ്ട. യൂദാസിൻ്റെ കഥ അതിനാ പറഞ്ഞത്. ഒരുപാട് നന്മകൾ യൂദാസിലുണ്ടായിരുന്നു, എന്നിട്ടും യൂദാസ് നശിച്ചു പോയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ദൈവീകമായ പരിശുദ്ധാത്മമായ ഈ വരപ്രസാദത്തെ വളർത്താൻ ബോധപൂർവം ശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തെ കാര്യം, കൗദാശിക ജീവിതം നയിക്കുക എന്നുള്ളത്. രക്ഷയ്ക്കുള്ള ഏറ്റവും സുരക്ഷിതവും സുനിശ്ചിതവുമായ വഴി എന്ന് പറയുന്നത് കൗദാശിക വരപ്രസാദത്തിൻ്റെ ജീവിതമാണ്. ദൈവമായ കർത്താവ് തൻ്റെ പുത്രനായ ഈശോമിശിഹായിലൂടെ നമുക്ക് നേടിത്തന്ന വരപ്രസാദത്തിൽ നമ്മെ നിരന്തരം നിലനിർത്തുന്നത് കൗദാശിക വരപ്രസാദം. അത് കുംഭസാരം എന്ന കൂദാശ നമ്മളെ നിരന്തരം വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധ കുർബാന എന്ന കൂദാശ നമ്മളെ നിരന്തരം വരപ്രസാദത്തിൽ ശക്തിപ്പെടുത്തുന്നു. ഈ ഓരോ കൂദാശകളും നമ്മളെ ഈശോയുമായുള്ള ബന്ധത്തിൽ നിരന്തരം നിലനിർത്തുന്നു എന്നതാ സത്യം. യൂദാസിന് നഷ്ടമായതും ആത്യന്തികമായി ഈ ഒരു വരപ്രസാദമായി. അതുകൊണ്ട് ജീവിതത്തിൽ മാമോദീസ മുതലുള്ള കൂദാശകൾ അതിൻ്റെ സമഗ്രതയിൽ അർത്ഥതലത്തിൽ സ്വീകരിക്കുക. സാധിക്കുന്ന ഏറ്റവും അടുക്കൽ കുംഭസാരം എന്ന കൂദാശ സ്വീകരിക്കുക. വിശ്വാസികൾ സമർപ്പിതരോട് മാസത്തിൽ 2 തവണ, അതായത് 2 ആഴ്ചയിൽ ഒരിക്കൽ കുംഭസാരിക്കണം എന്ന് തിരുസഭാ മാതാവ് നിർദ്ദേശിക്കുന്നുണ്ട്. വിശ്വാസികൾ മാസത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ കുംഭസാരം സ്വീകരിച്ച് പാപത്തെ കഴുകി വെടിപ്പാക്കി വിശുദ്ധിയോടെ ജീവിക്കും. അപ്രകാരമുള്ള കൗദാശിക ശുദ്ധീകരണം പങ്കെടുക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദൈവീക വരപ്രസാദത്തിൻ്റെ ശക്തി സമാഹരിക്കുക. ഇങ്ങനെയൊരു കൗദാശിക ജീവിത ശൈലി ആവശ്യമാണ്. കൗദാശിക ജീവിതത്തെ പരിഹസിക്കുന്ന എല്ലാ നടപടികളും നമ്മൾ ഒഴിവാക്കും. വിവാഹമെന്ന കൂദാശ, ആ കൂദാശയെ നിർവീര്യമാക്കുന്ന കൂടിത്താമസങ്ങളോ വിവാഹത്തിന് വെളിയിലുള്ള തെറ്റായ സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഒക്കെ ഉപേക്ഷിക്കുക എന്നതും ഈ കൗദാശിക ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഒരു സമർപ്പിതനോ വൈദികനോ ആണ് നമ്മളെങ്കിൽ എന്ത് ചെയ്യണം? ആ പൗരോഹിത്യത്തിൻ്റെ സമർപ്പിത ജീവിതത്തിൻ്റെ സമഗ്രതയെ ജീവിച്ച് വളരാൻ ശ്രമിക്കും. അങ്ങനെ ആ കൗദാശിക ജീവിതത്തിൽ ശക്തിപ്പെടുക. അതുകൊണ്ട് ഈ കൗദാശിക വരപ്രസാദം വളരെ പ്രസക്തമാണ്. വിശിഷ്യ മാമോദീസ സ്വീകരിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കുംഭസാരം, വിശുദ്ധ കുർബാന, ജീവിതാന്തസ് നിശ്ചയിക്കുന്ന കൂദാശ, ഇതിനോടൊക്കെയുള്ള നിരന്തരമായ വിശ്വസ്തത അത് വ്യക്തിയെ വരപ്രസാദത്തിൽ നിലനിർത്തും എന്നത് സത്യമാണ്. സമയത്തും കാലത്തും കുമ്പസാരിക്കുകയോ ഇല്ല, കുമ്പസാരം വേണ്ടത്ര ഒരുക്കത്തോടെ ചെയ്യുകയില്ല. കുമ്പസാരിച്ചാൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞേച്ചിങ്ങ് പോരുന്നെന്നല്ലാതെ ശരിയായ അനുതാപവും പാപത്തെ വിട്ടുപേക്ഷിക്കാനുള്ള ദൃഢനിശ്ചയവും കൂടാതെ കുമ്പസാരിച്ച് ഫലശൂന്യതയിലെത്തുന്ന കൗദാശിക ജീവിതമാണ് പലരുടേതും എന്നത് സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൗദാശിക ജീവിതത്തിൽ നിലനിൽക്കുക എന്നുള്ളത് വരപ്രസാദത്തിൽ വളരുന്നതിന് ഏറ്റവും അനിവാര്യമായ വസ്തുതയാണ്. കൗദാശിക ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ സന്ധ്യാപ്രാർത്ഥന അതിൽ തന്നെ കൂദാശകളായിരിക്കില്ല. അതുപോലെ സഭയോടൊത്തുള്ള നമ്മുടെ വാർഡ് പ്രാർത്ഥനകളാകാം, അതൊന്നും കൂദാശയല്ല. പക്ഷേ ഒരു കൂദാശ ജീവിതത്തിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മളെ ഒരുക്കാൻ സഹായിക്കുന്നതാണ് അവയെല്ലാം. അത് മുടക്കം കൂടാതെ ചെയ്യുക എന്നുള്ളത് വരപ്രസാദത്തിൽ നിലനിൽക്കാൻ അനിവാര്യമായ വസ്തുത. രണ്ടാമത്തെ കാര്യം, ദൈവവചനത്തോടുള്ള വലിയ സ്നേഹവും വിശ്വസ്തതയും. ദൈവത്തിൻ്റെ തിരുവചനം
നമുക്ക് ദൈവീക രഹസ്യങ്ങളും വരപ്രസാദങ്ങളും ലഭിക്കാനും ഗ്രഹിക്കാനുമുള്ള ഏറ്റവും സുനിശ്ചിതമായ വഴിയാണ്. അതുകൊണ്ട് എന്തു വേണം? ദൈവവചനം ശരിയാം വിധം വായിക്കുക. ദൈവവചനം ശരിയാം വിധം വായിക്കുക. അമ്മ ത്രേസ്യ പുണ്യവതി നിർദ്ദേശിക്കുന്നത് പോലെ ദിവസി ഒരു 3 അധ്യായം വീതം ബൈബിൾ വായിക്കും. വരപ്രസാദത്തിൽ വളരാനുള്ള വഴിയായി പറയും. അതായത് ഈ ബൈബിൾ ഒരാവർത്തി പോലും മുഴുവനും വായിക്കാത്ത ക്രിസ്ത്യാനികളുണ്ട് എന്ന് പറയുന്നത് ശരിക്കും നാണക്കേടാണ്, ഇല്ലേ? അറബി ഭാഷയിൽ എഴുതിയ ഖുറാൻ കാണാപ്പാഠം ചൊല്ലാൻ കഴിവുള്ള എത്രയോ ചെറുപ്പക്കാരെ നമ്മൾ ഇസ്ലാം സഹോദരങ്ങളുടെ ഇടയിൽ കണ്ടെത്തുന്നു. കാരണം അവരുടെ ദൈവവചനത്തോട് അവർ കാണിക്കുന്ന വലിയ പ്രതിപത്തിയാണ്, താല്പര്യമാണ്. ക്രൈസ്തവർ ദൈവവചനത്തെ സ്വാംശീകരിക്കാതെ, ആ വചനത്തെ ഗ്രഹിക്കാതെ, ഒരിക്കൽ പോലും ഈ ദൈവവചനം ഒന്ന് പൂർണ്ണമായും വായിച്ചു തീർക്കാതെ ഒരായുസ് കടത്തിവിടുക എന്ന് പറയുന്നത് എത്ര കണ്ട് ശോചനീയമാണ് എന്നൊരു വിചിന്തനം നല്ലതാണ്. അതുകൊണ്ട് വരപ്രസാദത്തിൽ വളരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ദൈവവചനം മുടക്കം കൂടാതെ വായിക്കും. മിനിമം ഒരു 3 അധ്യായം ദൈവവചനം എല്ലാ ദിവസവും വായിക്കുക എന്നത് വരപ്രസാദത്തിൽ നിലനിൽക്കാനും വളരാനും ഏറെ സഹായകമായ സത്യമാണ്. മൂന്നാമതായി, വരപ്രസാദത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തി വരപ്രസാദത്തിന് വിരുദ്ധമായ വലിയ തിന്മ, അത് വെറുപ്പ്, വിദ്വേഷം മനസ്സിൽ നിന്ന് അകറ്റുക എന്നുള്ളത്. ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും വരപ്രസാദം വളരില്ല എന്നുള്ളത് സത്യമാണ്. കാരണം എന്താണ്? ഈ വരപ്രസാദത്തെ ഏറ്റവും നിർവീര്യമാക്കുന്നത് എന്തോ അത് വെറുപ്പാണ്. യൂദാസിന് പറ്റിയതാ. റോമാക്കാരോടുള്ള തീർത്താ തീരാത്ത പക, വെറുപ്പ് യൂദാസ് മനസ്സിൽ കൊണ്ടു നടക്കുക. അതുകൊണ്ട് തന്നെ യൂദാസിന് ഒരിക്കലും വരപ്രസാദത്തെ സ്വീകരിക്കാനോ വരപ്രസാദത്തിൽ ആഴപ്പെടാനോ വരപ്രസാദത്തിൽ വളരാനോ കഴിയാതെ പോയി എന്നുള്ള സത്യം നാം മനസ്സിലാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വെറുപ്പും വിദ്വേഷവും മനസ്സിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ആത്യന്തികമായി വരപ്രസാദത്തിൽ വളരാൻ ഏറ്റവും അനിവാര്യമായ വസ്തുതയാണ് എന്ന് നാം തിരിച്ചറിയുക. വെറുപ്പുള്ള ഹൃദയത്തിൽ പരിശുദ്ധാരൂപിക്ക് വസിക്കാനാവില്ല. പരിശുദ്ധാരൂപി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അരൂപിയാണ് എന്നത് സത്യമാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മളിലെ വരപ്രസാദം, ഒരു ധ്യാനം കൂടിയതിൻ്റെ പുണ്യമൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളാകാം, ജീവിത പങ്കാളിയോടാകാം, അയൽക്കാരോടാകാം, ശത്രുതയിൽ വിദ്വേഷത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ട്. അതിർത്തി തർക്കങ്ങൾ 2 വീട്ടുകാർ തമ്മിലുണ്ടെങ്കിൽ ആ 2 വീട്ടിലും വരപ്രസാദം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്ന തിന്മയാണ് എന്ന് തിരിച്ചറിയുക. ഹൃദയപൂർവ്വം നീ ക്ഷമിക്കുമ്പോൾ നീ നിന്റെ ശത്രുവിൻ്റെ തലയിൽ തീക്കനൽ കൂന കൂട്ടുന്നു എന്ന് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിൻ്റെ പൊരുൾ അതാണ്. അതായത് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് തീക്കനൽ കൂന കൂട്ടുന്നു. ആ വ്യക്തിയെയും നീ പരിശുദ്ധാത്മാവിന് തീക്കനൽ കൂന കൂട്ടുക എന്നുള്ളതിന് പല വ്യാഖ്യാനങ്ങൾ ബൈബിൾ പണ്ഡിതന്മാർ നൽകാറുണ്ട്. അതിലെ ഒരു ആധ്യാത്മിക വ്യാഖ്യാനം ഇതാണ്: ആ വ്യക്തിയുടെ ശിരസിൽ തീക്കനൽ പരിശുദ്ധാരൂപിയെ ആണ് സൂചിപ്പിക്കുക. ആ വ്യക്തിയെ പരിശുദ്ധാത്മാവിന് വേണ്ടി നേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, ജോൺ പോൾ II മാർപ്പാപ്പ തന്നെ വെടിവെച്ച അലി അക്ക എന്ന് പറയുന്ന ആളുടെ അടുത്ത് ചെന്ന്, സ്നേഹിത, ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് പറയുക മാത്രമല്ല, ആ വ്യക്തിയെ ഏറ്റവും ലഘുവായ ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കി മോചിപ്പിക്കണമേ എന്ന് ഇറ്റാലിയൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ക്ഷമിക്കുമ്പോഴാണ് വലിയ വരപ്രസാദത്തിൻ്റെ അനുഭവം സംജാതമാവുക. കുരിശേലെ ഈശോയുടെ ബലി വരപ്രസാദത്തിൻ്റെ വലിയ ഒഴുക്കായി മാറിയത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നിവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്.
വരപ്രസാദം ഒഴുകുന്നത് ദൈവീക ക്ഷമയിൽ നിന്നാണ് എന്ന വലിയ സത്യം പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കും. വീണ്ടും ഈ വരപ്രസാദത്തിൻ്റെ വഴിയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട വെറുപ്പ്, അതുപോലെ തന്നെ അശുദ്ധി, വരപ്രസാദത്തെ നിർവീര്യമാക്കുന്ന മറ്റൊരു വലിയ തിന്മയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അശുദ്ധി വളർന്നു വരുന്ന അവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ അശുദ്ധിയുടേതായ ഒരു വലിയ സംസ്കാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ് എന്നതാ സത്യം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുങ്ങൾ മുതൽ ഈ തിന്മയുടെ ലോകത്തേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുക. 2 വയസ്സുള്ള കൊച്ചിനെയും മടിയിൽ വെച്ചുകൊണ്ട് TV-യിൽ വരുന്ന സകല സീരിയലും കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മ ആ കുഞ്ഞിനെ തിന്മയുടെ മാർഗമാണ് അഭ്യസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശയോക്തിയിൽ. പലപ്പോഴും അമ്മമാർ പറയും, അവൻ കൊച്ചല്ലേ അച്ഛാ, അവന് വല്ലതും മനസ്സിലാകുമോ? അവന് മനസ്സിലാകും. അമ്മയ്ക്ക് മനസ്സിലായതിൽ കൂടുതൽ ഈ സീരിയലുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അശുദ്ധിയുടെ രംഗങ്ങൾ, അസഭ്യം പറയുന്ന രംഗങ്ങൾ, അതുപോലെ പ്രതികാരത്തിൻ്റെ, കൊലപാതകത്തിൻ്റെ, അടിപിടിയുടെ, ഇങ്ങനെയുള്ള മനുഷ്യനെ അശുദ്ധമാക്കുന്ന തിന്മകൾ, അത് അക്രമ സംസ്കാരം മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധിക്ക് വിരുദ്ധമായതെല്ലാം മനുഷ്യനെ അശുദ്ധമാക്കും. അതുകൊണ്ട് വിശുദ്ധി പാലിക്കാനുള്ള നിർബന്ധ ബുദ്ധി, അത് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കർമ്മപദ്ധതി തയ്യാറാക്കാതെ പ്രിയപ്പെട്ടവരെ ആർക്കും വരപ്രസാദത്തിൽ നിലനിൽക്കാനാവില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് പലപ്പോഴും നമ്മൾക്ക് ആധ്യാത്മികതയിൽ വളർച്ചയില്ലാതെ പോകുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധാത്മാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നൊരു സത്യമാണ്, ഈ വിശുദ്ധി അത് ജീവിതാന്തസ്സിൻ്റെ വിശുദ്ധിയാണ്. ആ വിശുദ്ധി ശരിയാം വിധം പാലിക്കുന്നതിന് ശ്രദ്ധയില്ലാതെ പോകുമ്പോൾ വ്യക്തികൾ വരപ്രസാദത്തിൽ വളർച്ച മുരടിച്ച് പോകുന്നു എന്ന സത്യം. അതുകൊണ്ട് ഈ വരപ്രസാദത്തിന് വിരുദ്ധമായ തിന്മകളായ വെറുപ്പ്, അശുദ്ധി എന്നിവയെ സമ്പൂർണമായിട്ടും വെടിയാനുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് ആവശ്യമുണ്ട്. അവസാനമായി, വരപ്രസാദത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ ഈ ലോകത്തിൻ്റെ വിജയങ്ങളെക്കാളും ഉപരി സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കണം. ഈ ലോകത്തിലെ നഷ്ടങ്ങളല്ല, സ്വർഗം എന്നത് സത്യമാണ്. ആ സ്വർഗമാണ് എൻ്റെ പരമമായ ലക്ഷ്യം. ഈ ലോകത്ത് 100 കോടി രൂപയുടെ ആസ്തിയുള്ള ഫാക്ടറി ഉണ്ടാക്കുകയല്ല എൻ്റെ ലക്ഷ്യം. ഈ ലോകത്ത് എൻ്റെ മക്കളെ ഏതെല്ലാം വിധത്തിലാണേലും കൈക്കൂലി കൊടുത്താണെങ്കിലും മെഡിസിൻ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ദൈവത്തെ അനവരതം സ്തുതിക്കുന്ന സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ വിജയിക്കാനുള്ള മോഹം വെടിയുകയും സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്നതൊന്നും ഈ ലോക വിജയത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കില്ല എന്നുമുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് ആവശ്യമുണ്ട്. പലപ്പോഴും ഈ ലോകം കൊണ്ട് തീരുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് മാത്രമേ നമ്മുടെ ചിന്തയിലും ഭാവനയിലുമുള്ളൂ. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന എന്താ, ഈ ലോകത്തിനപ്പുറത്തുള്ള മാനങ്ങളില്ലാതെ പോകുമ്പോൾ എങ്ങനെയും ഈ ലോകത്ത് വിജയിക്കുക. അതിനെന്ത് തട്ടിപ്പും വെട്ടിപ്പും അന്യായവും അനീതിയും പ്രവർത്തിക്കാൻ ആർക്കും ഒരു മടിയുമില്ല. എൻ്റെ വിജയത്തിന് വേണ്ടി ആരെയെല്ലാം കരയിക്കേണ്ടി വന്നാലും ആരുടെയെല്ലാം ജീവിതത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞതാക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഈ ലോകത്ത് നേടണം, വിജയിക്കണം എന്ന ചിന്ത ശക്തിപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ അറിയുക, സ്വർഗം നമുക്ക് അന്യമായിത്തീരുന്നു. ഈ ലോകത്തിലെ നേട്ടങ്ങളെക്കാളും ഉപരി സ്വർഗത്തെ നേടുന്നതിന് പ്രാധാന്യം കൊടുക്കുക. അതൊരു ജീവിത സംസ്കാരമാണ്. അതുകൊണ്ട് വരപ്രസാദത്തിൽ നിലനിൽക്കാനുള്ള വഴികൾ ഒരിക്കൽ കൂടി ചുരുക്കി പറയാം. കൗദാശിക വരപ്രസാദം നഷ്ടപ്പെടുത്താതെ ജീവിക്കുക. തിരുവചനത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക. വെറുപ്പ് മനസ്സിൽ നിന്നൊഴിവാക്കുക.
അശുദ്ധിയിലേക്ക് നയിക്കുന്ന മേഖലകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നിരന്തരമായ പരിശ്രമം നടത്തുക. അവസാനമായി ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി സ്വർഗത്തെ നഷ്ടമാക്കുന്ന വിഡ്ഢിത്തം ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നിഷ്ണാതമായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അത് നമ്മിലെ വരപ്രസാദത്തെ നാൾക്ക് നാൾ ഉജ്ജ്വലിപ്പിക്കുകയും സ്വർഗം നമുക്ക് സുനിശ്ചിതമാക്കുകയും ചെയ്യും എന്ന സത്യം മനസ്സിലാക്കുക. കർത്താവും ജീവദാതാവുമായ ദൈവമേ, തിരുകുമാരൻ്റെ തിരുബലിയിലൂടെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കുന്ന വരപ്രസാദത്തെ ഞങ്ങൾക്ക് സമൃദ്ധമായി തരണമേ. യൂദാസിനെ പോലെ കുറേ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടും ജീവിതത്തിൻ്റെ അർത്ഥം നിരാശയിൽ കൊണ്ടുവന്നെത്തിച്ച ദുരന്തം ഞങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. സകല വിശുദ്ധരെ, മാലാഖമാരെ, വരപ്രസാദം നിങ്ങൾ നേടിയ വഴികളിലൂടെ ഞങ്ങളും നേടുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. വരപ്രസാദനാഥയായ പരിശുദ്ധ മറിയമേ, വരപ്രസാദത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന സകലർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ.